എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്നൊരു വെരി സ്പെഷ്യൽ എപ്പിസോഡാണ്. രണ്ട് കാരണമാണ്. ഒന്ന്, ഓണത്തിനൊരു സ്പെഷ്യൽ പായസം തന്നെയല്ല, ഇതൊരു സ്പെഷ്യലി റിക്വസ്റ്റഡ് വീഡിയോയുമാണ്. അതൊരു കാര്യം, അതായത് ഓണം സ്പെഷ്യലാണെന്നുള്ളത്. രണ്ടാമത്, ഇതെൻ്റെ 100ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഞാൻ വീണും എഴുന്നേറ്റും ഒക്കെ ഇതുവരെ എത്തി. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ആ 100ാമത്തെ എപ്പിസോഡ് എന്തായാലും നല്ല മധുരമുള്ള ഒരു എപ്പിസോഡാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പ് പായസമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് 2 കപ്പ്, ഏകദേശം ഒരു 400 ഗ്രാം എന്ന് പറയാം, അത്രയുമാണ് ചെറുപയർ പരിപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇടാനായിട്ട് ചെറുതായിട്ടരിഞ്ഞ തേങ്ങാക്കൊത്ത്, പിന്നെ നമുക്ക് ഈ ശർക്കര, 1 തരം മറയൂർ ശർക്കരയാണ് കേട്ടോ, നല്ല കളറുള്ളത്, അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ വറുത്തിടാനായിട്ട് അല്പം കാഷ്യൂനട്ട്. പിന്നെ ഇത് 2ാം പാലാണ്, ഇത് 1ാം പാല്. 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്വയംഭനൊരു പായസം നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് 4ാമത്തെ റെസിപ്പിയാണ്, ഓണം റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും എല്ലാം ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ മതി, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ, ഒരു പ്രയാസമില്ല. കഴിക്കണമെന്നൊരാഗ്രഹം മാത്രം മതി കുക്ക് ചെയ്യാൻ. അതുണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പായസമൊക്കെ അല്ലേ, ഞാൻ ഉരുളി വെച്ചു. നമുക്ക് ഈ പരിപ്പ് കഴുകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് ഇളക്കി, ഇതൊരു ചെറിയതായിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറായാൽ മതി, ഒരുപാട് മൂത്ത് പോകണ്ട. നമ്മൾ ഈ വെറുതെ പരിപ്പ് ഇങ്ങനെ എടുത്തൊന്ന് കടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പതുപതാന്ന് ശബ്ദം കേൾക്കത്തില്ല. പക്ഷേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കടിക്കുന്ന ഉടനെ ടക്കുന്നത് പൊട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ പരുവ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്യണം, തന്നെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇത് ഏകദേശം പരുവമായി, അതിൻ്റെ കളറൊക്കെ കുറച്ചുകൂടെ മഞ്ഞ കളറായി. ഞാൻ ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കഴുകാൻ പറ്റത്തുള്ളൂ. ശർക്കര ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉരുകിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയ്ക്കകത്ത് അരിച്ച് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കല്ല് കടിക്കും. ഇനി നമുക്ക് ഈ ഉരുളി തന്നെ ചെറിയ തീയിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ കാഷ്യൂനട്ട് ഇടാം, റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുന്ന ഉടനെ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യണം, അല്ല നമ്മളൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. ഞാനതിന് കോരിയെടുക്കാം. അതിലേക്ക് നമുക്കിനി ആ തേങ്ങാക്കൊത്തിടാം. ഏലക്കാപ്പൊടിയും പിന്നെ ജീരകപ്പൊടിയും ഒക്കെ ഇട്ടങ്ങ് വേറെ സ്പൈസ് ലെവലാക്കും. പക്ഷെ ശരിക്കും ട്രഡീഷണലി അതൊന്നും ചെയ്യാറില്ലെന്നാണ് പാചകമൊക്കെ നല്ലപോലെ അറിയാവുന്നവർ പറയുന്നത്. വറക്കുന്നത് ഇങ്ങനെ ഒരുപോലെ വറക്കണം, കരിഞ്ഞും പിടിച്ചൊന്നും പോകരുത്, എല്ലാം ഒരേ കളറിലിരിക്കണം. അപ്പം ഞാൻ ഈ തേങ്ങയുടെയും തീ ഓഫ് ചെയ്തു. എനിക്ക് ഇത്രയും മൂത്താൽ മതി. തേങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരു പരുവത്തിൽ മൂത്താൽ മതി. ഈ പരിപ്പിടുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു പൊടിക്കൈയുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 2ാം പാലില്ലേ, അപ്പോൾ ഈ 2ാം പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. വെറുതെ വെള്ളത്തിൽ പരിപ്പ് വേവിക്കാതെ ഈ 2ാം പാൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം പായസത്തിൻ്റെ കൊഴുപ്പനുസരിച്ച് നമുക്ക് പിന്നെ ബാക്കി ഒഴിക്കാം, അതുകൊണ്ട് ഇപ്പം ഫുൾ ഒഴിക്കണ്ട. ഇനിയും ഈ 2ാം പാലിലേക്ക് നമുക്ക് പരിപ്പിടാം. ഈ വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു റിച്ചായിട്ടുള്ള ടേസ്റ്റ് വരത്തില്ല. ഇത് തേങ്ങാപ്പാലിൽ നമ്മൾ കുക്ക് ചെയ്ത പോലെ ഇരിക്കും, അതാണ് അതിൻ്റെ ഐഡിയ. ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പരിപ്പ് വേകാൻ ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ എടുക്കും. തന്നെയല്ല, അത് മീഡിയം ഇതിലിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പരിപ്പ് ഒരു 1/4 ഭാഗം വേകണം. ശർക്കര ഇവിടെ ഇരുന്നില്ലേ, അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയും റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം 1/4 വെന്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കടിക്കുമ്പോൾ ഒന്ന് തടയും, പിടുത്തമുണ്ട്, എങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുഴുവൻ അങ്ങ് സോഫ്റ്റായിട്ട് വെന്തിട്ടുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര ഒഴിക്കണം. നമ്മുടെ പ്ലാൻ ഇത് ഒഴിച്ച് നോക്കിയതിന് ശേഷം കുറച്ച് വിട്ട് ഒഴിക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. ചട്ടിയുടെ അടിയിൽ കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ കച്ചവടം കഴിയും. അത് കാരണം അത് ശ്രദ്ധിച്ചോണം.
ഇതിപ്പം ഇതാ കണ്ടോ, വലിയ അരി നമ്മൾ പായസം പോലെ തന്നെ ആ പരിപ്പ് നന്നായിട്ട് വികസിച്ചു വെന്തു. അതിലേക്ക് ആ ശർക്കര നന്നായിട്ട് അതങ്ങ് കുടിച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വെച്ച് ഇത് മാക്സിമം പ്രഷർ കുക്കർ വെച്ചാൽ ഒരു 2 വിസിലേ വെക്കാവൂ. തന്നെയല്ല, വിസിൽ പോയി കഴിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ അതിൻ്റെ ഗ്യാസ് കളയണം, അല്ലാതെ വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ പിന്നെ വെള്ളം കുടിക്കുന്ന പോലെ നമ്മൾ കുടിക്കേണ്ടി വരും പായസം. ഇങ്ങനെ ഈ ശർക്കര കണ്ടോ, ഇത് കുറുകി വരുന്നെന്ന് നമുക്ക് തോന്നുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പരിപ്പ് വെന്തുടയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ രണ്ടാമത്തെ പാലിൽ നമ്മൾ ചൂടുവെള്ളം വെച്ചത് ഉണ്ട് ലൈറ്റായിട്ട്, അത് കുറച്ച് കൊടുത്ത് വേണം അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. പായസം ഇങ്ങനെ റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതൊരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, ഇച്ചിരി ജീരകപ്പൊടിയും ഇച്ചിരി ഏലക്കായും. അത് നമ്മൾ പക്ഷെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലിലൊന്ന് കലക്കി വെക്കണം. അത് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് ഇത് കലക്കി റെഡിയാക്കി വയ്ക്കാം. കാര്യം നമുക്ക് ഒഴിക്കുമ്പം അത് കട്ട പിടിച്ച് കിടക്കാതിരിക്കാനായിട്ട്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. തന്നെയല്ല, അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. കിടിലൻ പായസമാണ് കണ്ടോ. ഇതിൻ്റെ ഈ മാജിക്ക് ചെയ്യുന്നത് ആ ശർക്കരയാണ്. പായസത്തിന് നല്ല കളർ വേണം. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ആ ഏലക്കായും ജീരകവും അതങ്ങിട്ടു ശേഷം നന്നായിട്ട് ഇളക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇത് 100ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾക്കൊക്കെ മധുരം തന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന എപ്പിസോഡാണിത് കേട്ടോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം, 1-ാം പാൽ ഒഴിക്കാം. എന്നിട്ട് തീ കുറച്ച് വയ്ക്കണേ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി തണുക്കുമ്പോൾ ഇത് പിന്നെയും കുറച്ചുകൂടെ ടൈറ്റ് ആവും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ഇത് നന്നായിട്ട് ഇളക്കാം. പരിപ്പ് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു നുള്ള ഉപ്പ്, ഇച്ചിരി ഉപ്പിടണം. പായസത്തിന് എന്തിനാണ് ഉപ്പിടുന്നതെന്ന് സത്യത്തിൽ എനിക്കും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിരിക്കും. ഏതായാലും അതും ഇടണം. അപ്പം നമ്മുടെ പരിപ്പ് പായസം കറക്റ്റായിട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I'm signing off and you stay safe.